തൊഴിലാളികൾ തൊഴിലാളികൾ മിന്നൽ പണിമുടക്ക് നടത്തി. DCW തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന സമരത്തിന് നേതൃത്വം നൽകുന്ന വിനോദ് വിജയിയെ സസ്പെൻഡ് ചെയ്ത മാനേജ്മെന്റ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് മിന്നൽ പണിമുടക്ക് നടത്തിയത്. സസ്പെൻഷൻ പിൻവലിക്കുന്നതുവരെ പണിമുടക്ക് സമരം തുടരുമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റും തൊഴിലാളികളും തമ്മിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. കഴിഞ്ഞ ഏപ്രിൽ 7 തിരുവനന്തപുരത്തു നടത്തിയ RLC തല യോഗത്തിൽ തൊഴിലാളികളുടെ ആവശ്യം ന്യായമാണെന്നും 20 മുതൽ 35 വർഷം വരെയായി കരാർ സൈറ്റിലും DCW ജീവനക്കാരുമായി ജോലി ചെയ്യുന്ന തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്നും മന്ത്രിതലത്തിൽ തീരുമാനമെടുക്കാൻ മാനേജ്മെന്റിനോട് RLC നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ നിർദ്ദേശം പാലിക്കാതെയുള്ള മാനേജ്മെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് DCW തൊഴിലാളികൾ റിലേ സത്യാഗ്രഹം ആരംഭിച്ചത്. ഇതിനിടെയാണ് സമരത്തിന് നേതൃത്വം നൽകിയ വിനോദ് വിജയിയെ സസ്പെൻഡ് ചെയ്തത്. തൊഴിലാളികൾക്ക് നേരെയുള്ള നടപടികൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടും വിനോദ് വിജയിയുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുമാണ് തൊഴിലാളികൾ പണിമുടക്കിയത്. പണിമുടക്കിന്റെ ഭാഗമായി നടത്തിയ യോഗം INTUC ദേശീയ ജനറൽ സെക്രട്ടറി K. സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ക്യാഷുകളാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും ക്യാഷായിട്ടുള്ള തൊഴിലാളികളെ അവർക്ക് എന്ത് പ്രയോജനമുണ്ടാകും എന്ന് അദ്ദേഹത്തിന്റെ മിനിറ്റ്സിൽ പച്ചക്കറി വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശം പോലും മന്ത്രിയുടെ നിർദ്ദേശം പോലും തൊഴിലാളികളെ തുച്ഛമായ മാനേജ്മെന്റിന് ചെയ്യാൻ കഴിയത്തില്ല. DCC വൈസ് പ്രസിഡന്റ് R. അരുൺരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് സലാഹുദ്ദീൻ കിണറുവിളയിൽ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് R. ജയകുമാർ, BMS നേതാവ് കൃഷ്ണകുമാർ കോളറയിൽ, ഷിജു നെല്ലിപ്പറമ്പിൽ, പത്മകുമാർ, മഹേഷ് ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. യോഗത്തിൽ പുന്തല അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. തൊഴിലാളി സമരത്തെ തുടർന്ന് മാനേജ്മെന്റും തൊഴിലാളി സംഘടനാ പ്രതികളും തമ്മിൽ ചർച്ച നടത്തി. വിനോദ് വിജയിയെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടായില്ല. ഇതേ തുടർന്ന് സമരം പരാജയപ്പെട്ടു. സമരം കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് തൊഴിലാളികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ചവറ.